ഹായ് ഹലോ വെൽക്കം യു ഓൾ ടു മുരുദേശ്വർ ടു ഉടുപ്പി വ്ളോഗ്. അപ്പം മുരുദേശ്വർ ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് നേരെ നിന്ന് കഴിഞ്ഞാൽ ക്രോസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉടുപ്പിയിലേക്കുള്ള ബസ് കിട്ടും. ഏകദേശം 2 മണിക്കൂർ വേണ്ടി വരും നമുക്ക് മുരുദേശ്വറിൽ നിന്ന് ഉടുപ്പിയിലേക്കുള്ള യാത്ര. അപ്പോൾ എനിക്കൊരു ബസ് കിട്ടിയിട്ടുണ്ട്. 10:10 കിട്ടിയത്. അപ്പോൾ 12:30 ആകുമ്പോൾ അവിടെ എത്തും. 160 രൂപയാണ് അവിടത്തേക്ക് ബസ് റൂട്ടിലുള്ള ബസ് ടിക്കറ്റ്. ഓക്കെ, പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിക്കാം. ഇതേ ടിക്കറ്റ് ഞാൻ കാണിച്ചു, 160 രൂപയാണ് ഒരാൾക്ക്. സോ പോകുന്ന വഴി ഉള്ള യാത്രകളും ബോർഡൊക്കെ കണ്ടല്ലോ, ബാക്ക് സൈഡ് കന്നഡ ബോർഡ്. സോ അങ്ങനെ ഗോഡസ് പോകുന്നു. അതേ ബസ്സിനകത്തുള്ള ചില കാഴ്ചകൾ, കണ്ടക്ടർ നിൽക്കുന്ന കാഴ്ചകൾ, പുറത്തുള്ള കാഴ്ചകൾ ബാക്കി നിങ്ങൾ കാണുക. നേരത്തെ നിങ്ങൾക്ക് ടിക്കറ്റ് കാണുന്നില്ലായിരുന്നു, അതിൻ്റെ റേറ്റ് കണ്ടോ, 160. പിന്നെ ഈ ബസ്സിലൊക്കെ ഇരുന്ന് ട്രാവൽ ചെയ്യുമ്പോൾ നല്ല റിസ്ക്കാണ്. ഹൈ സ്പീഡിലാണ് പോകുന്നത്, ബമ്പിലൊക്കെ എടുത്ത് ചാട്ടമാണ്, അപ്പോൾ അത് സൂക്ഷിച്ചോളുക. അങ്ങനെ നമ്മുടെ ഉടുപ്പിയിലേക്ക് പോകുന്ന ഷടകം ഭട്കാൽ ബസ് സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുവാണ്. ഭട്കാൽ ഒരു വലിയ ബസ് സ്റ്റേഷനാണ്. സോ ഇവിടെ കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ 12:30 എത്തുമ്പോൾ നട 1 മണിക്കാണ് ക്ലോസ് ആവുന്നത്. പിന്നെ അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് പോകാനുണ്ട്. നോക്കാം, ദൈവകൃപയുണ്ടെങ്കിൽ നമുക്ക് കാണാം. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് എനിക്കിവിടെ പോയപ്പോൾ നട വൈകിട്ട് വരെ ത്രൂ ഔട്ട് തുറന്നിട്ടിരുന്നു. കാരണം അവിടെ ഗീതാ ഉത്സവം എന്തോ നടക്കുമായിരുന്നു ഉടുപ്പിയിൽ. അല്ലെങ്കിൽ 1 മണി വരെ ഉള്ളൂ. അതുപോലെ എനിക്ക് തിരിച്ചു പോകുന്ന ട്രെയിൻ മംഗളൂരിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ഉടുപ്പിയിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ എനിക്ക് ട്രിവാൻഡ്രം കിട്ടിയിട്ടില്ല. അപ്പോൾ റിസ്ക്കാണ്. എത്രയും പെട്ടെന്ന് അമ്പലം ദർശിക്കുക, വൈകുന്നേരത്തിന് മുമ്പ് അവിടെ പോവുക. കാരണം ഒരു ക്രൗഡഡ് സ്റ്റേഷനാണ് മാംഗ്ലൂർ. പിന്നെ ഫുഡ് അടിക്കുക, ഉച്ചയ്ക്കത്തെ അന്നദാനം. ഇതാണ് എൻ്റെ പ്ലാൻ. നോക്കാം. അടുത്ത എൻ്റെ പ്ലാൻ ഉടുപ്പിയിലേക്ക് പോയി ഉടുപ്പിയുടെ ഉച്ച സമയത്ത് നമ്മൾ എത്തും, അന്നദാനം തട്ടുക. അതിനുശേഷം അവിടെ നിന്ന് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. കാരണം ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും ഭയങ്കര തിരക്കാണ്, ക്രൗഡാണ്. നിങ്ങൾക്ക് അറിയാവുന്നല്ലോ, പോയവർക്കറിയാം. അവിടെ നിന്ന് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ തന്നെ പാടാണ്. സമയം ഉണ്ടെങ്കിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാം, എന്താണെന്നുള്ളത് നോക്കാം. ദേ വണ്ടി എടുത്തു നമ്മുടെ ഭട്കാലിൽ നിന്ന്. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് കാണാം. പോകുന്ന വഴിക്കുള്ള 2 സൈഡിലുള്ള നദികൾ ഇതൊക്കെ നോക്കി, എന്ത് മനോഹരമായ രംഗമാണ്. അങ്ങനെ ഉടുപ്പി ബസ് സ്റ്റാൻഡിൽ എത്തുന്ന മുമ്പ് ഒരു ടോൾ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ ബസ് ഇറങ്ങുന്ന രംഗം ഞാൻ കാണിച്ചില്ല. ഇറങ്ങി ബസ് കണ്ടക്ടറൊക്കെ നല്ല സഹകരണമായിരുന്നു സ്റ്റോപ്പിൽ ഇറക്കാൻ. അവിടെ നിന്ന് നമ്മൾ ഒരു ഓട്ടോയിൽ കയറി ഉടുപ്പി ബസ് സ്റ്റോപ്പിൽ നിന്ന്. ഓട്ടോയിൽ കയറി ഒരു 1.5 കിലോമീറ്റർ 1 കിലോമീറ്റർ കാണും. ഉടുപ്പിയുടെ അകത്ത് വരെ സ്റ്റേഷനകത്ത് വരെ പോകത്തില്ല. ഓട്ടോയിൽ പോകുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഗേറ്റിൻ്റെ കുറച്ച് വെളിയിൽ നിർത്തും. അവിടെ നമ്മൾക്ക് 50 രൂപയാണ് കേട്ടോ. ഉടുപ്പി ബസ് സ്റ്റേഷനിൽ നിന്ന് ഉടുപ്പി ക്ഷേത്രം വരെ ഓട്ടോയ്ക്ക് പോകാൻ 50 രൂപയാണ്. തിരിച്ചു വരാൻ അങ്ങനെയാണ്. അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് ഭഗവാനെ ദർശിക്കാൻ പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഗോഡസ് ഓട്ടോയ്ക്കകത്തിരിക്കുന്നു. ഉടുപ്പി അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ്, കണ്ടോ, നല്ല എല്ലാ ഫെസിലിറ്റീസും ഉള്ള സ്ഥലമാണ്. ബസ് സ്റ്റേഷൻ്റെ ഒരു പോയിന്റ് റൈറ്റ് കട്ട് ചെയ്ത് നേരെ പോയാൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ക്ഷേത്രത്തിൻ്റെ ഒരു 500 മീറ്റർ 300 മീറ്റർ ഇപ്പുറത്ത് നിർത്തും. അവിടെ നമ്മൾ നടക്കണം. ഉടുപ്പി ഇന്നെന്നൊക്കെ പറയുന്ന ഹോട്ടലൊക്കെ കഴിഞ്ഞാണ് ഈ സംഭവം പോകുന്നത്. സോ നമ്മളവിടെ നിന്ന് ഇറങ്ങി നടക്കുക, ഭഗവാനെ ദർശിക്കുക. ഗോഡസിന് ഭാഗ്യമുള്ളതുകൊണ്ട് എനിക്കെന്ന് ഞാൻ പറഞ്ഞില്ലേ, രാവിലെ തൊട്ട് വൈകിട്ടൊരു നട തുറന്നിട്ടിരുന്നത്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമ്മൾ 1 മണിക്ക് മുമ്പ് എത്തണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടത്തേക്ക് തന്നെ സമയമെടുത്ത് പോകണമെന്നാണ് എൻ്റെ പേഴ്സണൽ വ്ളോഗിങ് എക്സ്പീരിയൻസ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പം ഞാൻ 3 ഇടം കവർ ചെയ്തു. അത് എൻ്റെ ഒരു കഴിവെന്ന് വേണം പറയാൻ. പക്ഷെ നമ്മൾ കറക്റ്റ് ദർശനം ചെയ്തു, അത്രയേ ഉള്ളൂ. ഉടുപ്പിയുടെ സൈഡിലൊക്കെ നല്ല മേപ്പിൾ ബീച്ച് എന്തൊക്കെയോ നല്ല സംഭവങ്ങൾ കാണാനുണ്ട്. അത് ഉടുപ്പി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഉടുപ്പിക്കായിട്ട് വരിക, മനസ്സിലായോ? അതുപോലെ മുരുദേശ്വർ വരുമ്പോൾ അതിൻ്റെ സൈഡിൽ കുറേ അഡ്വഞ്ചറസ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ബീച്ചസ്, വാട്ടർഫോൾസ്, അങ്ങനെയൊക്കെ. അത് കാണുമ്പോൾ അതിനായിട്ട് വേണ്ടി തന്നെ വരണം. അങ്ങനെ നിന്നെങ്കിൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് എല്ലാം നമുക്കൊരു ഏരിയ കവർ ചെയ്ത് വരാൻ പറ്റും. ഇതിപ്പോൾ 3 എനിക്ക് ഭഗവാനെ ദർശിക്കണം എന്നുള്ള താല്പര്യം കൊണ്ട് വന്നുകൊണ്ട് ഞാൻ ആ പോയിന്റിലാണ് വന്നത്. അല്ലാതെ നമ്മൾ എൻജോയ് ചെയ്യണമെങ്കിൽ 1 വീക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഫണ്ടും ഉണ്ടെങ്കിൽ അടിച്ചു പൊളിക്കും. എന്തായാലും ഞാൻ മുരുദേശ്വറിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ അടുത്ത വ്ളോഗിലൊക്കെ കാണിക്കാം. കുടജാദ്രി ഞാൻ കവർ ചെയ്തിട്ടില്ല, മൂകാംബികയുടെ, അത് ഞാൻ കാണിക്കാം. അപ്പോൾ എൻ്റെ ID എന്തോന്നാണ്, യൂട്യൂബ് ചാനലുകൾ ഫോളോ ചെയ്ത് വെച്ചാൽ മതി. ബാക്കി സ്പിരിച്വൽ ട്രിപ്സും എൻജോയ്മെൻറ്റ് ട്രിപ്സും എല്ലാം ഞാൻ എന്ത് ചെയ്യാം, കവർ ചെയ്യാം. അങ്ങനെ നമ്മളിത് എത്താറായി ക്ഷേത്രത്തിൻ്റെ അടുത്ത്. സോ നമുക്കിതിൽ വേണ്ടത് ട്രാവൽ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ്, ഫണ്ട്, ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാം. ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ടൈമാണ് എനിക്ക് കണ്ടെത്തേണ്ടത്. സോ അതുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ എത്താറായി. ഉടുപ്പിയിൽ ഭഗവാൻ ഒരു പ്രത്യേക ഒരു
ഐശ്വര്യം തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അവിടെ ദർശിച്ച ആൾക്കാർക്കറിയാം. സോ എനിക്ക് 2002 ശേഷം അടുത്ത് കിട്ടിയ ഭാഗ്യം 2025 So that is the thing. So you people please subscribe my YouTube channel. I will take you all to all the world trip. ഇപ്പം ഫലത്തിൽ നിങ്ങളും ഒരു ഉടുപ്പി ദർശിച്ച ഒരു അനുഭൂതി നിങ്ങൾക്ക് കിട്ടി, എനിക്ക് നേടിത്തരാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു മഹാഭാഗ്യം. സോ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ കാണുക. സ്റ്റേ ട്യൂൺഡ്. യാഹോ, നമ്മളങ്ങനെ ഉടുപ്പി ക്ഷേത്രത്തിലെത്തി സക്സസ്ഫുള്ളായി. ഉടുപ്പിക്കകത്താണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ നല്ല പണി കിട്ടി, നല്ല ക്യൂ ആയിരുന്നു. ഞാൻ ഞങ്ങളെ കാണിച്ചു തന്നില്ല. ഒരു 2.5-3 മണിക്കൂർ നല്ല ദർശനം കിട്ടും. അപ്പോൾ ഞാൻ ശീഘ്ര ദർശനം എടുത്തു. ഒരാൾക്ക് ടിക്കറ്റ് 200 രൂപയാണ്. അത് എടുക്കാനൊരു ടച്ച് വിൻഡോ എക്യുപ്മെൻ്റ് ഉണ്ട് അവിടെ നമ്മൾ കയറുന്ന ഭാഗത്ത് ഉടുപ്പി ക്ഷേത്രത്തിൻ്റെ. ഇതാ കണ്ടു 200 രൂപയാണ്. അപ്പോൾ അതെടുത്ത് ഞാൻ ദർശനം ചെയ്തു. കാരണം എനിക്ക് തിരിച്ച് ട്രെയിൻ കിട്ടാതെ പോകും. ഞാൻ ഇവിടെ ഈ ക്യൂവിൽ നിന്ന്. അങ്ങനെ 2022 ശേഷം നിങ്ങളുടെ ഗോഡസിന് ഉടുപ്പിയുടെ അന്നദാനം തട്ടിവിടാൻ. പക്ഷേ ഞാൻ 2 തവണ വന്നപ്പോഴും എനിക്ക് നിലത്ത് വെച്ചല്ല അന്നദാനം കിട്ടിയത്, പ്ലേറ്റിലാണ്. അതൊരു കഷ്ടകാലമാണ്. എനിക്ക് തിന്നാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ ഇവർ ഞാൻ എന്താ അവിടെ ഇരിക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത് അന്നദാനത്തിൻ്റെ ഹോളിൽ. അങ്ങനെ ആദ്യം അവരൊരു പ്ലേറ്റ് ഒരു ട്രോളിയിൽ കൊണ്ടുവരിക. നമ്മൾ വേഗം എടുത്തോണം. അവിടെ ഇവിടെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ പ്ലേറ്റ് നമ്മുടെ സൈഡിൽ നിന്ന് ചാടിക്കളയും. അപ്പോൾ പ്ലേറ്റ് എടുത്ത് വെക്കുക. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്കൊരു എക്സ്ട്രാ പ്ലേറ്റ് കിട്ടി. ഞാൻ അപ്പുറത്തിരുന്നൊരു ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു. ആ രംഗമാണ് കാണുന്നത്. അങ്ങനെ നിങ്ങൾ പായസം വന്നത് കണ്ടല്ലോ. പായസം തട്ടിവിടുന്ന വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം അടുത്തടുത്ത് തിന്നാനുള്ള സാധനങ്ങൾ ധൃതിയിലാണ് കൊണ്ടുവരുന്നത്. സോറി ഡിയേഴ്സ്. ഈ സദ്യയുടെ ഒരു അപാകത ഈ അന്നദാനത്തിൻ്റെ വെള്ളം അവിടെ നിൽക്കുന്ന ആ പൂജാരി പോലെ ഒരാളാണ് ഈ കൊണ്ടു നടക്കുന്നത്. ഗ്ലാസും വെള്ളം ഇവിടെ വെക്കേണ്ടതായിരുന്നു. അടുത്ത് നമ്മുടെ ചോറ് വന്ന് പായസത്തിന് ശേഷം അന്നദാന ചോറ്. ഇതൊക്കെ കഴിക്കാൻ പറ്റുന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. നമ്മൾ ഇത്ര ദൂരത്തിൽ നിന്ന് വന്നിട്ട് ഇതൊന്നും മിസ്സാവാതെ. എനിക്ക് 3 ക്ഷേത്രത്തിൽ നിന്നും കഴിക്കാൻ പറ്റി. ബ്രേക്ക്ഫാസ്റ്റ് മുരുദ്വേശ്വരൻ, ദേ ഇപ്പോൾ അന്നദാനം ഇവിടെ നിന്ന്, പിന്നെ മൂകമക ക്ഷേത്രത്തിൻ്റെ അന്നദാനവും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം വരുന്ന വ്ളോഗുകളിൽ. അങ്ങനെ നമ്മുടെ കറി നമുക്ക് വന്നു, അതായത് സാമ്പാർ വന്നു. സോ അത് വെച്ച് ഞാൻ കഴിക്കുന്ന രംഗമാണ് കാണുന്നത്. അടുത്ത് മത്തങ്ങ കറി പോലെ എന്തോ ഒരു കറി, അതും ഞാൻ കഴിച്ചു. ചോറ് കുറച്ച് തീർത്തേണ്ട തേച്ചാണ് അത് കൊണ്ടുവന്നത്. പക്ഷെ എന്നാൽ പോലും ഞാനത് കഴിച്ചു. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അടിച്ച് നമ്മൾ മടങ്ങുമ്പോൾ അതേ ബാക്കിൽ നിന്ന് ഉടുപ്പി ക്ഷേത്രത്തിൻ്റെ ബോർഡൊക്കെ കാണാം. ഇനി ലഗേജ് വിൽക്കുന്ന കൗണ്ടർ ഞാൻ കാണിച്ചു തരാം. ലഗേജും ചെരുപ്പും എടുത്തെടുത്താണ്. അവിടെ നിന്ന് പോയി ബാഗ് എടുക്കണം, തിരിച്ച് പോകണം. അപ്പോൾ എൻ്റെ ഈ ഉടുപ്പി വ്ളോഗ് ഇഷ്ടപ്പെട്ട ആൾക്കാർ എൻ്റെ എന്തോന്നാണ് യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡസ് സിന്ധുജ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രം മതി. ബാക്കി ലോകം എൻ്റെ ചാനലിലൂടെ നിങ്ങളെ ചുറ്റിക്കുന്ന കാര്യം ഗോഡസ് ഏറ്റു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.